ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റോഡ് ടു ജോബ്. നമ്മൾ നോക്കാൻ പോകുന്നത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയ നോട്ടിഫിക്കേഷനാണ്. ടോട്ടൽ 391 വാക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പവർ ഗ്രിഡിൻ്റെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ITI കോഴ്സുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ITI പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഒരുപാട് അവസരങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ 20th ഓഗസ്റ്റ് ആണ്. ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 8th സെപ്റ്റംബർ 2024. അപ്പോൾ സമയമുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. എല്ലാവരും മാക്സിമം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സൗത്തേൺ റീജിയൻ 2 ആണ് റീജിയനായിട്ട് കാണിച്ചിരിക്കുന്നത്. കർണാടക റീജിയൻ SR2 നോക്കുകയാണെങ്കിൽ ടോട്ടൽ വാക്കൻസി ITI ഇലക്ട്രീഷ്യൻ 5 സ്ലോട്ടാണുള്ളത് ട്രെയിനിങ്ങിന്. SC1, ST0, OBC 1, ജനറൽ 3, ഡിപ്ലോമ ഇലക്ട്രിക്കൽ 10 വാക്കൻസി, SC1, ST1, ജനറൽ 6, ഗ്രാജുവേറ്റ് സിവിൽ 8 വാക്കൻസി, SC1, ST1, OBC 2, ജനറൽ 4, ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കൽ 13 വാക്കൻസി, ജനറൽ 7, ഗ്രാജുവേറ്റ് കമ്പ്യൂട്ടർ സയൻസ് 2 വാക്കൻസി. ആകെ ജനറലും OBCയിലുമാണുള്ളത്. അടുത്തതായിട്ട് CSR എക്സിക്യൂട്ടീവ് 1 വാക്കൻസി ജനറൽ കാറ്റഗറിയാണ്. ലോ എക്സിക്യൂട്ടീവും 1 വാക്കൻസി ജനറൽ കാറ്റഗറി ആയിരിക്കും. PR അസിസ്റ്റൻറ്റ് 1 വാക്കൻസി ജനറൽ കാറ്റഗറിയിലാണ് വാക്കൻസി വന്നിട്ടുള്ളത്. രാജ്ഭാഷ അസിസ്റ്റൻറ്റ് 1 വാക്കൻസി ജനറൽ കാറ്റഗറി. HR എക്സിക്യൂട്ടീവ് 4 വാക്കൻസി, SC1, OBC 1, ജനറൽ 2, അങ്ങനെ ടോട്ടൽ 46 വാക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ SC 6, ST 3, OBC 10, ജനറൽ കാറ്റഗറി 27 വാക്കൻസി. ഇനി നമുക്ക് തമിഴ്നാടു ആൻഡ് പോണ്ടിച്ചേരി റീജിയൻ SR2 എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ITI ഇലക്ട്രീഷ്യൻ 8 സ്ലോട്ട്, SC1, OBC 2, ജനറൽ 5, ഡിപ്ലോമ ഇലക്ട്രിക്കൽ 13, SC 3, OBC 4, ജനറൽ 6. HR എക്സിക്യൂട്ടീവ് 1 ഉള്ളൂ ജനറൽ കാറ്റഗറി. ഗ്രാജുവേറ്റ് സിവിൽ 3 വാക്കൻസി ഉണ്ട്. ST1, OBC 1, ജനറൽ 1. ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കൽ നോക്കുകയാണെങ്കിൽ 17, SC1, ST 3, OBC 4, ജനറൽ 9, ടോട്ടൽ 42 ഉണ്ട്. SC 5, ST 4, OBC 11, ടോട്ടൽ ജനറൽ 22. കേരള റീജിയനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇലക്ട്രീഷ്യൻ 1 ആണുള്ളത് ജനറൽ കാറ്റഗറി. ഡിപ്ലോമ ഇലക്ട്രിക്കൽ 5, SC1, OBC 1, ജനറൽ 4 കാറ്റഗറി. ലോ എക്സിക്യൂട്ടീവ് 1 ഉള്ളൂ ജനറൽ കാറ്റഗറി. ഗ്രാജുവേറ്റ് സിവിൽ 1 ഉള്ളൂ, അത് ജനറൽ കാറ്റഗറിയിലാണ്. ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കൽ 5 പോസ്റ്റ് ഉണ്ട്. SC1, OBC 2, ജനറൽ കാറ്റഗറി 2, അങ്ങനെ ടോട്ടൽ 13 എണ്ണം. SC 2, OBC 3, ജനറൽ 9. അപ്പോൾ വാക്കൻസി അനുസരിച്ച് റിസർവേഷനൊക്കെ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ട്രെയിനിങ് ലൊക്കേഷൻ നമുക്ക് കേരളത്തിൽ കൊച്ചി, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, HVDC, ട്രിവാൻഡ്രം, ഈ 6 സ്ഥലത്താണ് ട്രെയിനിങ് ലൊക്കേഷനായിട്ട് കാണിച്ചിട്ടുള്ളത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റ് എമൗണ്ട് ഇത് വളരെയധികം ശ്രദ്ധിക്കുക. ഇലക്ട്രീഷ്യന് ITI നിർബന്ധമാണ്, ഫുൾ ടൈം കോഴ്സ് 13,500 സ്റ്റേറ്റ്മെൻറ്റ്. ഡിപ്ലോമ ഇലക്ട്രിക്കൽ 15,000. ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കൽക്ക് BTech, BSc എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 17,500. ഗ്രാജുവേറ്റ് സിവിൽ BTech, BSc സെയിം ക്വാളിഫിക്കേഷനാണ് 17,500. ഗ്രാജുവേറ്റഡ് കമ്പ്യൂട്ടർ സയൻസ് 17,500 ആണ്. ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ എലിജിബിലിറ്റിയാണ്. HR എക്സിക്യൂട്ടീവിന് MBA നിർബന്ധമാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് 17,500. CSR എക്സിക്യൂട്ടീവ് മാസ്റ്റർ MSW 17,500. ലോ എക്സിക്യൂട്ടീവ് സെയിം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ. PR അസിസ്റ്റൻറ്റ് BMC 17,500. രാജ്ഭാഷ അസിസ്റ്റൻറ്റ് ട്രാൻസ്ലേഷൻ ആയിരിക്കും അധികം. BA ഹിന്ദി വിത്ത് പ്രൊഫഷണൽ നോളജ് ഓഫ് ഇംഗ്ലീഷ് 17,500. എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ 1 ഇയർ എക്സ്പീരിയൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. റിക്വയർഡ് ഡോക്യുമെൻറ്റ് അപ്രൻറ്റൻഷിപ്പ് രജിസ്ട്രേഷൻ ഓർ എൻറോൾമെൻറ്റ് നമ്പർ അണ്ടർ NATS, NAPS ആൻഡ് 100% കംപ്ലീറ്റ് ഓർ അപ്ഡേറ്റഡ് പ്രൊഫൈൽ ഇൻ പോർട്ടൽ. സ്കാൻഡ് കോപ്പീസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പ്രൂഫ് ഓഫ് ഏജ് എന്തുവേണം, SSLC ആവാം, ആധാർ ആവാം, SC ST OBC സർട്ടിഫിക്കറ്റ്, ബാങ്ക് ക്യാൻസൽഡ് ചെക്ക്, ഫസ്റ്റ് പേജ് ഓഫ് ബുക്ക്, അതാണ് വേണ്ടത്. ഇത് കാൻഡിഡേറ്റ് ഷുഡ് ഫസ്റ്റ് രജിസ്റ്റർ ഇൻ ദംസെൽഫ്.
ഈ വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലായിരിക്കണം രജിസ്റ്റർ ചെയ്യേണ്ടത്. NATSൻ്റെ വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട്. ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഉള്ളവർ അതിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇത് അപ്ലൈ ചെയ്യേണ്ട രീതിയാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കയറുക. കരിയറിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട സ്ഥലം കാണാം. നെക്സ്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് കാൻഡിഡേറ്റ്സ് വന്നാലാണ് മെറിറ്റ് ലിസ്റ്റ് കയറൂ. അപ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിൽ എലിജിബിലിറ്റി അനുസരിച്ച് ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കൽ നിർബന്ധമാണ്. ഇതൊരു കോൺട്രാക്റ്റ് ജോബാണ്. ലീവിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 12 ദിവസം വരെ കാഷ്വൽ ലീവ് ഉണ്ട്. 15 ദിവസത്തെ മെഡിക്കൽ ലീവ് അവൈൽ ചെയ്യാം ഇൻ ഗ്രൗണ്ട് ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട് പവർ ഗ്രിഡിൻ്റെ. ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ 20/8/2024, ക്ലോസിംഗ് ഡേറ്റ് 8/9/2024. എന്തെങ്കിലും ക്വയറി ഉണ്ടെങ്കിൽ മെയിൽ അയച്ചാൽ മതി. മെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ നമ്പറുമായി വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. താങ്ക് യു.